ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 ഇൻ കേരള വാട്ടർ അതോറിറ്റി എക്സാം സ്ലോട്ട് പുറത്തു വന്നിട്ടുണ്ട്. 2026 പി എസ് സി കലണ്ടർ പ്രകാരം ഈ ഒരു എക്സാം നടക്കാൻ സാധ്യതയുള്ള ഒരു ടെൻറ്റേറ്റീവ് എക്സാം സ്ലോട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാനാണ് ഇന്ന് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യാം. നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിലെ കാറ്റഗറി നമ്പർ 548/2025 ആണ്. കേരള വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 പോസ്റ്റിലേക്കാണ് നിയമനം നടക്കുന്നത്. ഡയറക്ട് റിക്രൂട്ട്മെന്റ് വഴിയുള്ള ഈ നിയമനത്തിൽ നിങ്ങൾക്ക് 31,100 രൂപ മുതൽ 83,000 രൂപ വരെ സാലറി സ്കെയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്പർ ഓഫ് വേക്കൻസീസ് ശ്രദ്ധിക്കുക. നിലവിൽ അപ്ഡേറ്റ് ചെയ്തതനുസരിച്ച് ഒരു വേക്കൻസിയാണുള്ളത്. പക്ഷേ ഇതേ പോസ്റ്റിലേക്ക് മുൻ വർഷങ്ങളിൽ നിയമനം നടന്നപ്പോൾ ഇതിനു മുമ്പ് കഴിഞ്ഞ പരീക്ഷയിൽ ഇതേ പോസ്റ്റിലേക്ക് 500-ലധികം വേക്കൻസികളിലേക്കാണ് നിയമനങ്ങൾ നടന്നത്. ഓക്കെ, 500-ലധികം അഡ്വൈസുകളാണ് വന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു നമ്പർ ഓഫ് വേക്കൻസീസ് ഇതിൽ നിന്നും ഒരുപാട് കൂടും. നിലവിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള വേക്കൻസിയാണിത്. ഒരുപാട് അത് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്യാവശ്യം അഡ്വൈസുകൾ തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിലേക്ക് നടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. അടുത്തത് ഏജ് ലിമിറ്റ് ആണ്. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഏജ് ലിമിറ്റുള്ളവർക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ക്വാളിഫിക്കേഷൻസ് ശ്രദ്ധിക്കുക. നിങ്ങൾ SLC പാസ്സായിരിക്കണം. അതോടൊപ്പം നിങ്ങൾക്ക് NTC സർട്ടിഫിക്കറ്റ്, നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു NTC സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ആ NTC സർട്ടിഫിക്കറ്റ് ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഓർ മെക്കാനിക്കൽ ട്രേഡിൽ ആയിരിക്കണം. ട്രേഡ് ശ്രദ്ധിക്കുക. ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഓർ മെക്കാനിക്കൽ അതൊരു 2 ഇയർ കോഴ്സാണ്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ഇൻ എഞ്ചിനീയറിംഗ് അതും സിവിലോ മെക്കാനിക്കലോ ആയിരിക്കണം. അത് കേരള ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ഒരു 2 ഇയർ കോഴ്സ് സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ശ്രദ്ധിക്കുക. 14/1/2026 ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ജനുവരി 14 വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. അതായത് ആപ്ലിക്കേഷൻ ഇപ്പോൾ ലൈവാണ്. അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻസ് ഉള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിരിക്കണം. ഓക്കെ, എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യണം. എക്സാം സ്ലോട്ട് ശ്രദ്ധിക്കുക. ജൂലൈ ടു സെപ്റ്റംബർ ആണ് എക്സാം സ്ലോട്ടായിട്ട് നൽകിയിരിക്കുന്നത് 2026 കലണ്ടർ പ്രകാരം. അപ്പോൾ ഇതൊരു 3 മന്ത് ഉള്ള ഒരു ടൈം പീരീഡ് ആണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ PSCയുടെ ഒരു ട്രെൻഡ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സാധാരണയായിട്ട് ഈ എക്സാം സ്ലോട്ട് നൽകിയിരുന്നാലും എക്സാം നടക്കുന്നത് ആദ്യ മാസങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ ജൂലൈ ടു സെപ്റ്റംബർ നൽകിയിരിക്കുന്ന സ്ലോട്ടിൽ ജൂലൈയിൽ തന്നെ എക്സാം നടക്കും. അപ്പോൾ അതെന്തുകൊണ്ടാണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ജൂലൈ 1st ഓർ 2nd വീക്കിൽ നിങ്ങളുടെ എക്സാം ഉണ്ടാവും. കൂടുതലും അങ്ങനെയാണ് കണ്ടുവരുന്നത്. അപ്പോൾ 1st ഓർ 2nd വീക്കിൽ തന്നെ എക്സാം ഉണ്ടാവും എന്നുള്ള രീതിയിൽ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അധികം ഹസൽസ് ഇല്ലാതെ നിങ്ങൾക്ക് ആ ഒരു സമയബന്ധിതമായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ തീർക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ ഒരു പരീക്ഷയുടെ സിലബസ് ഓവർവ്യൂ ഒന്ന് നോക്കാം. മെയിനായിട്ട് 2 പാർട്ടാണ്. ആദ്യത്തെ പാർട്ട് സിവിൽ, രണ്ടാമത്തെ പാർട്ട് മെക്കാനിക്കൽ. അപ്പോൾ സിവിൽ പാർട്ടിലെ ടോപ്പിക്സ് പരിശോധിക്കുകയാണെങ്കിൽ 7 മൊഡ്യൂൾസ് ആണുള്ളത്. മെക്കാനിക്കലിലും 7 മൊഡ്യൂൾസ് ആണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി കുറച്ച് വെയിറ്റേജ് കൂടുതൽ സിവിലിനാണ്. കാരണം 62 മാർക്കാണ് സിവിൽ ടോപ്പിക്സ്. ബാക്കി 38 മാർക്കേ മെക്കാനിക്കൽ ടോപ്പിക്സ് ഉള്ളൂ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം, ടോപ്പിക് ഒന്ന് നോക്കാം. ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് 10 മാർക്കാണ് ആ ഒരു മൊഡ്യൂളിൻ്റെ വെയിറ്റേജ്. അതിനുശേഷം യൂണിറ്റ്സ് ആൻഡ് മെൻസുറേഷൻ 6 മാർക്ക്, ഓട്ടോ കാഡ് 8 മാർക്ക്, സർവേയിങ് 9 മാർക്ക്, ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ 10 മാർക്ക്, ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേറ്റിംഗ് 10 മാർക്ക്, ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ 9 മാർക്ക്. അങ്ങനെ ആകെ 62 മാർക്കിനാണ് നിങ്ങൾക്ക് സിവിൽ ടോപ്പിക്സിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നത്. ശേഷം രണ്ടാമത്തെ പാർട്ട് മെക്കാനിക്കൽ ടോപ്പിക്കാണ്. മെക്കാനിക്കൽ ടോപ്പിക്കിൽ നിന്ന് അതിലും 7 മൊഡ്യൂൾ, നേരത്തെ പറഞ്ഞ പോലെ 7 മൊഡ്യൂൾസ് തന്നെയാണ്. അതിൽ ഒന്നാമത്തെ മൊഡ്യൂൾ ഡെവലപ്പ് സർഫസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സോയിൽ ഇൻ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് 5 മാർക്കാണ് ആ ഒരു മൊഡ്യൂളിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത്. ശേഷം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാസ്റ്റനേഴ്സ്, വെൽഡ്സ് ആൻഡ് ലോക്കിംഗ് ഡിവൈസസ് 8 മാർക്ക്, പൈപ്പ് ജോയിന്റ്സ് ആൻഡ് റിവറ്റഡ് ജോയിന്റ്സ് 5 മാർക്ക്, ബെൽറ്റ് ഡ്രൈവ് ആൻഡ് ഗിയർ ഡ്രൈവ് 7 മാർക്ക്, ഹൈഡ്രോളിക്സ് ആൻഡ് ന്യൂമാറ്റിക്സ് 5 മാർക്ക്, ലിമിറ്റ്സ്, ഫിറ്റ്, ടോളറൻസ് 4 മാർക്ക്, ബെയറിംഗ്സ് 4 മാർക്ക്. അങ്ങനെ ആകെ 38 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ ലഘൂകരിക്കുന്നതിനും ഉയർന്ന റാങ്കുകളിലേക്ക് എത്തുന്നതിനുമായിട്ട് ടെക് PSC ഒരു തീവ്ര പരിശീലന ഓൺലൈൻ ക്രാഷ് കോഴ്സ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ അതിവിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ഈ ഒരു കോഴ്സിലൂടെ ലഭ്യമാകും. കൂടാതെ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും PDF ഫോർമാറ്റിൽ ലഭ്യമാകും. ലൈവ് സെഷൻസും റെക്കോർഡഡ് സെഷൻസും ടെക് PSCയുടെ ഒഫീഷ്യൽ ആപ്പ് വഴിയായിരിക്കും ലഭ്യമാവുക.
ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുമുള്ള അവസരങ്ങൾ എക്സാം തീയതി വരെയും ലഭ്യമാകും. കാരണം കോഴ്സ് വാലിഡിറ്റി എക്സാം തീയതി വരെയുമാണ്. ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, അതുപോലെ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങളും തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിന്റെ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PSCയുടെ വിജയാശംസകളും അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.